ഒരു ഫോട്ടോ ഇട്ട് പറയുന്നു, ഇതുപോലൊരു കൂറപ്പടം ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാവും അതിനായിരിക്കും. അതിന് പകരം ആ പോസ്റ്റ് ഇട്ടിട്ട് ഒരാൾ വളരെ വിശദമായിട്ട് അതിലൊരു സീനിനെ കുറിച്ച് എഴുതാമെന്ന് വിചാരിച്ചു. ആര് വായിക്കാൻ പോകണം? ഫാസ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് ഒരു അഭിപ്രായമാണ്. കിടിലം പടം, ഇതുപോലത്തെ ഒരു ജീവിതം ഞാൻ കണ്ടിട്ടില്ല. ഒരു സെൻറ്റൻസ് കൊണ്ട് തീരുന്നതിനെയും ആൾക്കാർ റിവ്യൂ എന്ന രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ റിവ്യൂ അതിൻ്റെ മെറിറ്റിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. റിവ്യൂ അതിൻ്റെ മെറിറ്റിൽ വരണമെങ്കിൽ നമുക്ക് സിനിമ ഇറങ്ങിയ ഉടനെ നമുക്ക് പറ്റില്ല. കാരണം ആ സിനിമയെക്കുറിച്ച് നമ്മൾ വീണ്ടും കണ്ട് ആ സിനിമയെ കുറേ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ 1 or 2 തവണ ചിലപ്പോൾ കാണേണ്ട സിനിമകളുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പം റിവ്യൂ എന്ന സ്ഥാനത്ത് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വളരെ വ്യാപകമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മലയാള സിനിമ 5 മാസം കൊണ്ട് 1000 കോടി നേടിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീണ്ടും സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലാണ്. ആൾക്കാരത് കണ്ടിട്ടൊക്കെ കുറച്ചെങ്കിലും സിനിമയുടെ വിജയ പരാജയങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നായപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതാണ്. ശരിക്കും അവരുടെ പ്രൊഡക്റ്റിൽ അവർക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടുള്ള മാത്രമാണ്. ഞാൻ അങ്ങനെ മാത്രമേ അതിനെ കാണുന്നുള്ളൂ. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ഒരു ബ്രീത്തിങ് സ്പേസ് കിടന്നോട്ടെ. കാരണം ഇനി ആ സിനിമ നശിച്ചു എന്നൊരു കുറ്റം കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. അല്ലാണ്ട് തന്നെ കുറേ പാപങ്ങളുണ്ട്.